ഇന്നത്തെ ചിന്താവിഷയത്തിലിരിക്കുന്ന ബൈബിൾ ഭാഗം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞപ്പോൾ പിന്നെയും തനിച്ച് മലയിലേക്ക് പോയി. ആമേൻ. കർത്താവ് ഈ തിരുവചനം പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ ആത്മാവിന് എഴുതപ്പെട്ടതാകുന്നു. ഇത് ഇത് അടിയങ്ങൾക്ക് ഇത് ക്രിയ ചെയ്ത് തരുമാറാകണമേ. ജനങ്ങളിൽ കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായ കർത്താവിന് എടുക്കപ്പെടുവാൻ കൃപകരം. അതുപോലെ തന്നെ ജനങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ ആശ്വാസം കൊടുക്കാൻ ഹാലലുയ സകലവും കർത്താവിന്റെ കാര്യങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം കേൾക്കുന്ന സകലവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആത്മീയ മുന്നേറ്റം കൊടുക്കുവാൻ പിതാവിനടുത്ത് എത്തിക്കുവാൻ വേണ്ടി വന്ന കർത്താവിനെ പിടിച്ചു രാജാവാക്കുമെന്നപ്പോൾ കർത്താവ് എന്തു ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. തനിച്ച് മലയിലേക്ക് പോയി. ഹല്ലേലൂയ. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മല. അതായത് രാജാക്കന്മാരെ വാർത്തുണ്ടാക്കുന്നതും കൽപ്പിച്ചുണ്ടാക്കുന്നവനുമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആ ദൈവത്തെ പിടിച്ച് രാജാവാക്കുവാൻ പോയാൽ പ്രിയപ്പെട്ടവര് നമ്മുടെ കരങ്ങൾ ഒതുങ്ങുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇനി അവന്റെ ആ ക്രമം ഒന്നും മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 40:28. നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഹല്ലേലൂയ സ്തോത്രം. യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ അവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകും. ജനങ്ങളുടെ ഇന്നത്തെ ഈ ദൈവത്തിന് വിശ്വസിക്കാതിരിക്കുന്നത് കണ്ടിട്ട് അവൻ തളർന്നു പോകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അവൻ ക്ഷീണിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവന്റെ ബുദ്ധി എങ്ങനെയാ? അപ്രമേയമത്രേ. അപ്രമേയമത്രേ. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ അവന് പ്രമേയങ്ങൾ പാസാക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. അവൻ പറയുന്നത് അവന്റെ ജനം കേട്ടുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഈ ഭൂമിയിലാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിലുള്ള ഹല്ലേലൂയ സഭകൾക്കാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. മേലധികാരികളും അല്ല എങ്കിൽ ബഡ്ജറ്റുകളും എല്ലാം വരുന്നത്. ഇവിടെ ഹല്ലേലൂയ ദൈവം എല്ലാത്തിന്റെ ഉറവിടമായുമ്പോൾ അവന്റെ ബുദ്ധി എങ്ങനെയാണെന്നാ പറയുന്നത്? അപ്രമേയമത്രേ. അവനെ രാജാവായിരുന്നവൻ ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അതായത് അവനെ ഹല്ലേലൂയ പ്രമേയങ്ങളും വേണ്ട, ബഡ്ജറ്റും വേണ്ട. ഹല്ലേലൂയ. അവൻ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാ നമ്മുടെ കർത്താവ്. 5 അപ്പവും അല്പം ചെറുമീനും കൊണ്ട് 30,000 പോറ്റിയിട്ട് 12 കുട്ട വേർതിരിച്ചെടുത്തവനാ നമ്മുടെ കർത്താവ്. അവന്റെ ബുദ്ധി അപ്രമേയം. നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തതാ. അത് അവനെയാ പിടിച്ച് രാജാവാക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവൻ വന്നത് എന്തിനാ? ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ആത്മാവിനെ നമുക്ക് പകരുവാൻ വേണ്ടിയാ വന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന്റെ ബുദ്ധി എങ്ങനെയാ? അപ്രമേയമത്രേ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനെ പിടിച്ച് രാജാവാക്കുവാൻ വന്നപ്പോൾ പ്രിയപ്പെട്ടവർ അവൻ മലയിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. ഇന്നും നോക്കിയേ, അധികാരങ്ങൾക്ക് വേണ്ടിയും ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിലെ സഭകളും മന്ത്രിസഭകളും എല്ലാം പോരാടുന്ന പോരാട്ടങ്ങൾ നോക്കിയേ. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ ഹല്ലേലൂയ സ്തോത്രം ഇതിന്റെ വല്ല ആവശ്യമുണ്ടെന്ന് അവരവർ തന്നെ ചിന്തിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഭകളായാലും കർത്താവ് തന്ന സഭയായാലും അതിനു വേണ്ടി അധികാരങ്ങൾക്കൂടി എത്രമാത്രം പേർ കൊതിക്കുന്നു. ഹല്ലേലൂയ. ഇതിനെ അധികാരത്തിന് വേണ്ടി കൊതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ സ്തോത്രം. 2 കൊരിന്ത്യർ 3:2 എടുക്കുമ്പോൾ ഞങ്ങളുടെ വിദ്യകളിൽ വലിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഹല്ലേലൂയ.
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും വായിക്കുന്നതുമായ പത്രം ആരാ? നിങ്ങൾ തന്നെ, നമ്മൾ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഈ നമ്മളെ തെരഞ്ഞെടുപ്പ് എപ്പോഴുള്ളത്? ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ പിതാവായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാ. അവൻ വചനം കൊടുക്കുമ്പോഴേ ഹല്ലേലൂയ, സ്തോത്രം, വിശ്വസിക്കുന്നവർക്ക് ലോക സ്ഥാപനത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തവരെ അവരെ ഹൃദയത്തിലെ എഴുതപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് തേജസ്സായി ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ളവരിലേക്ക് പരിവർത്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആ ബക്കത്തിൽ നടന്നു പോകുമ്പോൾ തന്നെ തേജസ്സിന്റെ വചനം മറ്റുള്ള എത്തിപ്പിടിച്ചിട്ട് ഇവിടെ സഭയെ നയിക്കുവാൻ ഹല്ലേലൂയ, ഇന്ന് രാജാതി രാജാക്കന്മാരാകുവാൻ അതുവഴി സ്ഥാനമാനങ്ങൾ കൊതിക്കുന്നവരെ ഹല്ലേലൂയ, സ്തോത്രം, അത് വൃഥ. ഇവിടെ നോക്കി ഹല്ലേലൂയ, സ്തോത്രം, കൺവെൻഷൻ പ്രസംഗങ്ങൾ വഴി വഴിയോരങ്ങളിൽ നടക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ചെറിയ ഹല്ലേലൂയ യോഗങ്ങൾ വഴി ഈ കൊടുക്കുന്ന വചനം അവരുടെ ഹൃദയങ്ങൾ എഴുതപ്പെടുന്ന പത്രമായി തീരേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇനി ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ നോക്കിയേ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അധികാരങ്ങൾക്ക് വേണ്ടി സഭയായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, രാഷ്ട്രീയം അധികാരം, അതിനുവേണ്ടി എത്രമാത്രം കടിപിടി കൂടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കടിപിടി കൂടേണ്ട ആവശ്യം വല്ലതുമുണ്ടോ? ഇവിടെ നോക്കിയേ, ഈ ദൈവത്തിന്റെ വചനം പ്രസിദ്ധമാകണം. ഈ പബ്ലിക് കൺവെൻഷൻ യോഗങ്ങളും അതുപോലെ തന്നെ റോഡിൽ നടക്കുന്ന പബ്ലിക് സുവിശേഷങ്ങളും ചെറിയ വഴിയോര സുവിശേഷങ്ങൾ വഴി ജനങ്ങളാൽ കർത്താവ് വിളിച്ചിട്ടുള്ള ജനങ്ങൾ കേൾക്കുമ്പോൾ അവർ കേൾക്കും. ഹല്ലേലൂയ, ആ വചനം ഹൃദയത്തിൽ എഴുതും. അത് മറ്റുള്ളവരിലേക്ക് ഹല്ലേലൂയ, സ്തോത്രം, അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എബ്രായർ 3-12 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. ഹല്ലേലൂയ. സഹോദരന്മാരെ, എങ്ങനെയാ പറഞ്ഞത്? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കുവാൻ വേണ്ടി അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആരിലും ഉണ്ടാകാതിരിക്കുവാൻ നോക്കിക്കൊള്ളുക. ഹല്ലേലൂയ. അവന്റെ വരവ് സമീപസ്ഥമായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ അവിശ്വാസിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടെങ്കിൽ അത് കളഞ്ഞു കളയണം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത 11 വാക്യം കൂടെ വായിച്ചേ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു. ഇവിടെ സഭ ഇന്ന് സഭയ്ക്ക് വേണ്ടി ജനങ്ങൾ കടിപിടി കൂടുമ്പോൾ, അധികാരത്തിൽ കൂടുമ്പോൾ പരസ്പരം പ്രബോധിപ്പിക്കാനാ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് കടികൂടി കൂടുന്നത് വഴി അവരുടെ ഈ ബേക്ക് വഴി അവരുടെ ഇതുവഴി വരുന്നത് വരെ ജനങ്ങളെല്ലാം കർത്താവിനോട് പോകപ്പെടുമെന്ന് ആരും വിചാരിക്കുന്നുണ്ട്. വൃഥ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കടിപടി കൂടുന്നവരും പോകുമെന്ന് ചോദിച്ചാൽ പോകില്ല. ഹല്ലേലൂയ. അവര് ഹല്ലേലൂയ 14 ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളണം. അത് 12 ഒന്നുകൂടെ വായിച്ചേ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളിൽ ആരും ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ഇവിടെ വിശ്വസിക്കുന്നവർക്ക് നോക്കി തങ്ങളുടെ ഹൃദയങ്ങൾ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ. ഈ പത്രം തിരുവചനങ്ങൾ കൊടുക്കുന്നത് വഴി പ്രിയപ്പെട്ടവരെ, ആ പത്രം ജനങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവിടെ സുവിശേഷം ജനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കടിപടി കൂടുന്ന അധികാരം കൂടുന്നവർ വരെ സുവിശേഷത്തിന്റെ പ്രവൃത്തി ഒന്നും നടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 1, 2, 3, 4, 5, 6 വാക്യങ്ങൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പൗലോസ് അന്ന് അദ്ദേഹം ശൗലായി ഈ ജനങ്ങളെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ കൈനീട്ടിക്കൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കർത്താവ് ഇറങ്ങുമെന്ന് പറയുന്നു. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ, സ്തോത്രം. ഒരു വെളിച്ചം അങ്ങോട്ട് മിന്നി
തിളങ്ങി. ഹല്ലേലൂയ, അവൻ തെറിച്ചു വീണുപോയി. ഹല്ലേലൂയ, സ്തോത്രം. വീണെടുത്ത കർത്താവ് ചോദിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ശൗൽ അങ്ങോട്ട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ഓ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ഹല്ലേലൂയ, നോക്കിയേ ആ വാക്ക്, നീ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാർ കർത്താവിനെ ഉപദ്രവിക്കുന്നതല്ലേ? അവരവർ തന്നെ ശോധന ചെയ്യട്ടെ. ഹല്ലേലൂയ, അധികാരങ്ങൾക്ക് വേണ്ടി അടിപടി കൂടുന്നവര് കർത്താവിനെ ഉപദ്രവിക്കുന്നവരല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവന്റെ വരവങ്ങളിൽ പോകപ്പെടുവാൻ യഥാർത്ഥമായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ രൂപാന്തരം മാനസാന്തരം വന്ന കർത്താവിന്റെ വരവങ്ങൾ ഒരുങ്ങേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇവിടെ വചനം, ഹല്ലേലൂയ, സ്തോത്രം, ഈ പൗലോസ എഴുതി വച്ചിരിക്കുന്നത് വചനം. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 3:2 എങ്ങനെയാ വായിക്കുന്നത്? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഹല്ലേലൂയ, ഈ വചനം അങ്ങോട്ട് ഹൃദയത്തിൽ എഴുതിയത് വചനം അങ്ങോട്ട് ആ ജനം ആ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അഭിഷേകം അങ്ങോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പത്രമാകുവാനാണ് ഇന്നത്തെ അധികാരികൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഓ, ശൗലിനോട് കർത്താവ് ചോദിച്ചാൽ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാതെ വണ്ണം പ്രിയപ്പെട്ടവരെ അധികാരികളെല്ലാം കർത്താവ് കീഴ്പ്പെടുവാൻ വിടട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ പിടിച്ച് എന്താക്കുവാൻ? രാജാവാക്കുവാൻ. ഹല്ലേലൂയ, അവൻ വന്നത് എന്തിനാ? ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 13:33 വാക്യം എടുക്കുമ്പോഴേ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. ഓ, സ്വർഗരാജ്യം എങ്ങനെയാ? നിന്റെ ഹൃദയത്തിൽ മാറ്റേണ്ട അധികാരമുണ്ട്. ഓ, പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവ് പുളിച്ചു വരുവോളം അടക്കി വെച്ചു. 3 പറയുന്നത് നമ്മളാ. പിതാവായ ദൈവം വസിക്കേണ്ട സ്ഥലം, പുത്രന ക്രിസ്തു ഞങ്ങൾ വസിക്കേണ്ട സ്ഥലം, ഞങ്ങളുടെ ഹൃദയം, പരിശുദ്ധാത്മ ഞങ്ങൾ വസിക്കുന്ന സ്ഥലം. ഇതിന് ലോകപരമായ കാര്യാദികളിൽ ഭയപ്പെട്ട് ഇടപെട്ടുകൊണ്ട് ഈ സ്ഥലത്തെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ അവന്റെ വരവിന്റെ കാഹളധ്വനികൾ കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, അവന്റെ വരവിന്റെ കാഹളധ്വനി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടേണ്ടത് നമ്മളുടെ കടമയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാ പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ജോലി ആരുടെ ജോലി? നമ്മളുടെ ജോലി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഹല്ലേലൂയ കർത്താവിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ത് അറിയുവാൻ അന്നത്തെ ജനം ചോദിച്ചു. മത്തായി യോഹന്നാന്റെ സുവിശേഷം 6:28-29 എടുത്തു. പ്രസാദമുള്ള പ്രവൃത്തി എന്തെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 6:28-29. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓ, പിതാവായ ദൈവം അയച്ചവരെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദൈവ വിഷയമായി സമ്പന്നമാകേണ്ടതാ നമ്മളെ ജോലി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. മത്തായി ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം എടുക്കുമ്പോൾ അതിന് നേരത്തെയുള്ള അതിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന് നല്ല വിളവുണ്ടായി. ആ വിളവുകൾ കൂട്ടിവെക്കുവാൻ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിളവുകൾ എൻ്റെ ഭവനം ഗോഡൗൺ ഒളിച്ച് പണിയും, ഞാൻ എൻ്റെ ഉള്ളിൽ പറയും, ഞാൻ തിന്നുക ആശ്വസിക്കുക എന്ന് പറയും എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, കർത്താവ് തന്നെ പറയുക, മടയാ, ഇന്ന് നിന്നെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടിവെച്ചത് ആർക്കാവും? ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ കണക്ക് കൂട്ടം തെറ്റില്ല. കർത്താവേ,
ഈ വിളവുകളെല്ലാം നീ കാക്കണമേ എന്ന് പറയാതെ ദൈവവിഷയ സമ്പന്നനാകാതെ ചെയ്യുന്നതെല്ലാം വൃഥായി പോകുന്നു. അതിന്റെ ലൂക്കോസ് 12:21 വാക്യം വായിച്ചു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. ദൈവവിഷയമായി നിനക്ക് കണക്കുകൾ കൂട്ടാം, അങ്ങോട്ട് ദൈവത്തിലേക്ക് കൊടുത്തിട്ട് കൂട്ടാം. കൂട്ടിയിട്ട് പിതാവേ നീ ഏറ്റെടുത്തോളണമേ, എന്റെ കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെണീറ്റവനെ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കൊടുത്തിട്ട് ദൈവവിഷയ സമ്പന്നനായി തീരുവാൻ നമ്മളെ കൊണ്ട് കഴിയും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ. അവൻ നമ്മളെ ദൈവമാ. ഹല്ലേലൂയ. അവൻ ഇമ്മാനുവേല. അവൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പിതാവായ ദൈവം അയച്ച കർത്താവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തിരുവചനത്തിന്റെ ആകെപ്പോലെ അവന്റെ ക്രൂശീകരണവും മരണവും ഉയർത്തുവനയിപ്പും എല്ലാം വിശ്വസിക്കുക. അവന്റെ രക്തത്താലുള്ള സ്നാനം കർത്താവ് ഏറ്റത് ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. ആ രക്തത്താലുള്ള അവൻ ലൂക്കോസിന്റെ സുവിശേഷം 12:50 വാക്യം എടുക്കുമ്പോൾ അവിടെ എടുത്തു വായിച്ച 12:50 എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. കർത്താവ് പറയാ, എനിക്ക് വേണ്ടി ഞെരുങ്ങുന്നു ക്രൂശിൽ. സ്നാനം, അവൻ ഏറ്റ സ്നാനം ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ആ സ്നാനം എനിക്ക് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ കഴിയും. ഏറ്റെടുത്ത് എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കുവാൻ കഴിയും. ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം, വിശ്വാസത്താൽ ആ രക്തം ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം ശുദ്ധിയുള്ള വെള്ളയുടുപ്പായി തീരും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. റോമർ 3 27-28 വാക്യങ്ങൾ എടുക്കുമ്പോൾ ഏതു മാർഗത്താൽ ഞാൻ ശുദ്ധീകരണം വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 27-28 വായിച്ച 27 പ്രശംസയുടെ അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ലല്ല, വിശ്വാസമാർഗത്താൽ തന്നെ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീ. അവൻ സ്നാനമേറ്റത് വിശ്വാസത്തിൽ ഏറ്റെടുക്കാം. വിശ്വാസം എന്റെ പാപ പരിഹാരാർത്ഥമായി അവൻ രക്തത്താൽ സ്നാനം എടുത്തു എന്ന് പറയുമ്പോൾ എന്റെ ദേഹം, ദേഹി, ആത്മാവെല്ലാം ശുദ്ധീകരണമായി തീർന്നു കഴിഞ്ഞു. അവന്റെ തേജസ് കൊണ്ട് നിറയപ്പെട്ട് അവരെ എടുക്കുവാൻ ആ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. അതിന്റെ കാഹള ധ്വനികളാ ഇപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവന് വരവിന് വേണ്ടി അവനോട് പോവാൻ ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. അവൻ എല്ലാ ശാപങ്ങളും ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഈ വിശ്വാസത്താൽ എനിക്ക് വേണ്ടി രക്തത്തിൽ സ്നാനപ്പെട്ടത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ പരിഹാരമായി എൻ്റെ ഹൃദയം, അവർ ഏറ്റ ആ പാപം എൻ്റെ ഹൃദയത്തിൽ നിന്ന് കഴിച്ചുറ്റപ്പെടും. അങ്ങനെ ഞാൻ വെള്ളയുടുപ്പത് അവരെ എടുക്കുവാനാ, അവരെ വിളിക്കുവാനാ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അധികാരത്തിന് ഒന്നും സ്ഥാനമില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് തരുന്ന അധികാരത്തിനേ സ്ഥാനമുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയ വചനം എങ്ങനെയാ പൗലോസ് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പത്രമെന്ന് ഈ പത്രമാകുവാൻ വിളിക്കപ്പെട്ടവർക്കാണ് നന്ദി. കർത്താവ് ഈ തിരുവചനം എല്ലാവർക്കും ആശ്വാസകരമായി തീരാൻ സഹായിക്കണം. ജനങ്ങൾക്ക് പ്രയോജനമുള്ളതായി തീരാൻ സഹായിക്കണം. രോഗികൾക്ക് വിടുതലായി തീരാൻ സഹായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സകലവും കർത്താവിനെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം സകലവും മാനവം മൊത്തം കർത്താവിന് തന്നെ.